Hello students, welcome to my new session. Today we shall discuss about employee separation. We have already discussed the internal mobility, that is promotion, transfer, demotion, etc. Then we can learn employee separation. Employee separation is the process of efficiently and fairly terminating workers. Separation means cessation of service or agreement with the organization for one or other reason. Employee separation is the process of effectively terminating workers. നല്ല രീതിയിൽ എഫിഷ്യന്റ് ആയിട്ട് വളരെ ഫെയർ ആയിട്ട് എങ്ങനെ നമുക്ക് ഒരു വർക്കേഴ്സിന്റെ സർവീസിനെ ടെർമിനേറ്റ് ചെയ്യാം, ആ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എംപ്ലോയി സെപ്പറേഷൻ. വൺസ് അഗൈൻ, എംപ്ലോയി സെപ്പറേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് effectively terminating the workers. In other words, separation means cessation of service or agreement with the organization for one or other reason. ഒരുപാട് റീസൺ കൊണ്ട്, പല കാരണങ്ങൾ കൊണ്ട് ഒരു ആളുടെ സർവീസ് അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റ് ഓഫ് സർവീസ് അവസാനിപ്പിക്കുക, ടെർമിനേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് സെസേഷൻ. സെസേഷൻ മീൻസ് ടെർമിനേഷൻ ഓഫ് സർവീസ് ഓർ എഗ്രിമെന്റ് വിത്ത് ദ ഓർഗനൈസേഷൻ of one or other for one or other reason. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഒരു എംപ്ലോയിയുടെ സർവീസ് സെസേഷൻ ചെയ്യുക, അവസാനിപ്പിക്കുന്നതിനെയാണ് സെപ്പറേഷൻ എന്ന് പറയുക. അപ്പൊ എന്താണ് സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ? എംപ്ലോയി സെപ്പറേഷൻ മീൻസ് ടെർമിനേറ്റിംഗ് ഓർ സെസേഷൻ ഓഫ് ദി സർവീസ് ഓർ അഗ്രിമെന്റ് ഓഫ് എ വർക്കർ ഫോർ എ നമ്പർ ഓഫ് റീസൺസ്. Then what are the benefits of employee separation? ഓർഗനൈസേഷന് എംപ്ലോയി സെപ്പറേഷൻ മൂലം ഓർഗനൈസേഷന് എന്തൊക്കെ ബെനിഫിറ്റുകളാണ് ഉള്ളത്? വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഡിറൈവ്ഡ് ത്രൂ എംപ്ലോയി സെപ്പറേഷൻ? റെഡ്യൂസ്ഡ് ലേബർ കോസ്റ്റ്. ലേബർ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും അല്ലെ? നമ്മൾ എംപ്ലോയീസിനെ പിരിച്ചുവിടുമ്പോൾ അവരുടെ കോമ്പൻസേഷൻ നമുക്ക് കുറയ്ക്കാം അല്ലെ? അപ്പൊ അങ്ങനെ റെഡ്യൂസ്ഡ് ലേബർ കോസ്റ്റ് ഈസ് പോസിബിൾ ത്രൂ സെപ്പറേഷൻ. റീപ്ലേസ്മെന്റ് ഓഫ് പുവർ പെർഫോമൻസസ്. ചിലപ്പോൾ ഓൾറെഡി പുവർ പെർഫോമേഴ്സ് ഒരുപാട് ഉണ്ടാവും. അപ്പൊ അവരെയൊക്കെ ഈ സെപ്പറേഷൻ വഴി നമ്മൾ മാറ്റുവാണെങ്കിൽ നമുക്ക് ഈ പുവർ പെർഫോമൻസിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ അവരുടെ ലേബർ കോസ്റ്റ് ഒക്കെ നമുക്ക് സേവ് ചെയ്യാം. റീപ്ലേസ്മെന്റ് ഓഫ് പുവർ പെർഫോമൻസസ്. ഇൻക്രീസ്ഡ് ഇന്നോവേഷൻ. ഈ ഒരു പ്രോസസ്സിലൂടെ നമ്മൾ പുവർ പെർഫോമൻസിനെ നമ്മൾ എടുത്തു കളയുകയാണെങ്കിൽ പുതിയ പുതിയ ടാലന്റ് ഉള്ള അല്ലെ, ഫ്രഷ് ടാലന്റ് ഉള്ള ആളുകളെ, ഇന്നോവേറ്റീവ് ആൻഡ് ക്രിയേറ്റീവ് അബിലിറ്റി ഉള്ള ആളുകളെ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. So increased innovation. Opportunity for greater diversity. ഒരുപാട് വിവിധങ്ങളായിട്ടുള്ള കഴിവുള്ള ആളുകളെ നമുക്ക് അപ്പോയിന്റ് ചെയ്യാം. കാരണം ഓൾഡ് ആൻഡ് പുവർ പെർഫോമേഴ്സിനെ നമ്മൾ മാറ്റുകയാണ്. അങ്ങനെ മാറ്റിയിട്ട് നമ്മൾ ന്യൂവർ ആൻഡ് ഫ്രഷ് കാൻഡിഡേറ്റ്സ് ആർ ഓൾസോ വെൽക്കം അല്ലെ? സോ നമുക്ക് നമ്മുടെ ആ ഡൈവേഴ്സിറ്റി, ക്രിയേറ്റീവ് ആയിട്ടുള്ള പലതരം കഴിവുകളുള്ള ആളുകൾക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. Then employee separations are mainly divided into two parts. They are, employee separation may be voluntary or involuntary. Employee separation may be voluntary or involuntary. Voluntary separation means quit or resignation or VRS. Voluntary resignation may take place in the form of resignation or VRS. VRS means voluntary retirement scheme. VRS means voluntary retirement scheme. Resignation means when an employee decided to resign from the organization. എപ്പോഴാണ് ഒരു എംപ്ലോയി റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തുകൊണ്ട് ഒരു ഓർഗനൈസേഷനിൽ നിന്ന് റിസൈൻ ചെയ്യുന്നത്? അതാണ് റെസിഗ്നേഷൻ ഓർ ക്വിറ്റ്സ്. when an employee voluntarily provide his resignation letter and leave from the organization. This is resignation. Without any compulsion he decided to leave from the organization. That is resignation. Resignation എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എംപ്ലോയി ആ ഓർഗനൈസേഷനിൽ നിന്ന് റിസൈൻ ചെയ്യുന്നതാണ്. ആളുടെ സ്വയം ഇഷ്ടത്താലെ റിസൈൻ ചെയ്യുന്നതാണ് റെസിഗ്നേഷൻ. Then the next one is VRS, voluntary retirement scheme. വോളണ്ടറി റിട്ടയർമെന്റ് സ്കീം എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് എംപ്ലോയി അയാളുടെ ജോബിൽ നിന്ന്, അയാളുടെ ആ ജോലിയിൽ നിന്ന്, സർവീസിൽ നിന്ന് സ്വയം വിരമിക്കുക. അതാണ് VRS എന്ന് പറയാം. ഒരു നിശ്ചിത വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞാല് അയാളെ ആ ഓർഗനൈസേഷനിൽ നിന്ന് ലീവ് ചെയ്തു പോവാണ്, ആ ജോബിൽ നിന്ന് ലീവ് ചെയ്തു പോവാണ്. അതാണ് VRS, വോളണ്ടറി റിട്ടയർമെന്റ് സ്കീം. Then we can discuss about involuntary separation. അതായത്
വിത്ത് കമ്പൽഷൻ അല്ലെ, കമ്പൽഷനോട് കൂടി നിർബന്ധിതമായിട്ട് അവർ പിരിഞ്ഞു പോകുന്നതാണ് ഇൻവോളണ്ടറി. അവരുടെ ഇഷ്ടത്താലല്ല, കമ്പനി പറഞ്ഞു വിടുന്നതാണ് ഇൻവോളണ്ടറി സെപ്പറേഷൻ. ദേ ആർ ഡിസ്മിസൽ, റിട്രെഞ്ച്മെന്റ്, ലേ ഓഫ്, റൈറ്റ് സൈസിങ്, റിട്ടയർമെന്റ്. ഡിസ്മിസൽ, retrenchment, lay off, right sizing and retirement.